വേണ്ട മാനിന്റെ ഒരു കൂട്ടം, മാന്റെ കൂട്ടം കണ്ട, മാന്റെ കൂട്ടം എന്തൂരം നോക്കിയ. ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു ആന ഫാമിലി ഉണ്ട്, ആന ഫാമിലി ആന കുടുംബം നിൽക്കണ എത്ര. നമ്മൾ തമിഴ്നാടിന്റെ ഭാഗങ്ങൾ കിടക്കാൻ പോണ വണ്ടികൾ അങ്ങനെ പോയി തുടങ്ങി. ആ മുന്നിൽ പോണോ ടാങ്കർ സ്പിരിറ്റ് വണ്ടി. കൃഷി സ്ഥലങ്ങളാണ്, റോഡ പണിയുണ്ടാ. വണ്ടിക്കാർ ഇപ്പോൾ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക്, പക്ഷേ ഞാൻ കൊടുക്കുന്ന റേറ്റ് താത്തിട്ട് എടുക്കണവർ. അതേപോലെ തന്നെ 2-3 ട്രാൻസ്പോർട്ടുകാരും. നമസ്കാരം എല്ലാവർക്കും, ജ്യോതിസ് പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നീക്കി എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലോഡ് കയറ്റണേ, ലോഡ് കയറ്റിയിട്ട് പിടിക്കുക. നമ്മുടെ ഷിമോയ്ക്കാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ എത്തി, പുലർച്ചെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി സുഖമായിട്ടാണ് കൊണ്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ നമ്മളുള്ള ഗൂഡല്ലൂരുണ്ട്, തുറപ്പള്ളി. ഇപ്പോൾ ഇവിടെ കാട് അടപാട് ഫോറസ്റ്റ് 6 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ അല്ല 5:33 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 5:30 എഴുന്നേറ്റു. 6 മണിക്ക് കട തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടേക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ലോഡ് കയറ്റി, തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സ്വന്തം ലോഡായിരുന്നു, ലോഡ് കയറ്റി പോന്നു. ഷിമോയ്ക്കാണ്. അപ്പോൾ ലോഡ് കയറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞതിൻ്റെ കാരണം എനിക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സ്വന്തം ലോഡ് കയറ്റുമ്പോൾ അത് ഏറെക്കുറെ പല ലോഡുകളൊക്കെ പോയി. ആ ലോഡ് കുറേ ട്രാൻസ്പോർട്ടുകാർ കയറി സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വന്ന് പിടിക്കുക. പിന്നെ വണ്ടിക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന വണ്ടിക്കാർ വന്ന് വാടക കുറച്ച് പിടിക്കുക. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ലോഡ് കയറുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞ് പിന്നെ യാത്രയിലുള്ള വീഡിയോകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെ വീഡിയോ തുടങ്ങാം. കേട്ടോ ഞാൻ പമ്പിക്കൊണ്ടൊന്ന് കയറ്റി ഒതുക്കി കിട്ടും, നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഉണ്ടോ, 6 മണിക്ക് കാട് തുറക്കുമ്പോൾ എല്ലാം കൊണ്ട് എടുത്തങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ തുടക്കട്ടെ, ചായ എല്ലാം കുടിക്കുക. അപ്പോഴത്തേക്കും പോവാൻ റെഡിയാവും. ഇനി ഒരു 10-20 മിനിറ്റല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാട് തുറക്കാൻ പോവാണ് കേട്ടോ. 5:56, 6 മണിക്ക് കാട് തുറക്കും. ഇപ്പം നമ്മൾ കയറാൻ പോണതാണ് മുതുമലൈ ടൈഗർ റിസർവ്. പണ്ട് ഫസ്റ്റ് ഈ കാടടവ് വരുന്നത് ഈ ഇവിടെ അല്ലായിരുന്നു തുടങ്ങിയത്, ഇവിടെയായിരുന്നു, ഇവിടെ കർണാടകയിലായിരുന്നു. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഫസ്റ്റ് അടച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മുതുമലയും ആ ഇതിൽ തന്നെ പിടിച്ചത്. വണ്ടികൾ വരി നിൽക്കുകയാണ്, വണ്ടികൾ നീങ്ങി തുടങ്ങിയിട്ടാ. ഇതൊക്കെ വണ്ടിക്കാർ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങണം വണ്ടിക്കാരാണ്. നമ്മളങ്ങനെ കാട് അടയ്ക്കണ ഭാഗത്തേക്ക് കയറാൻ പോകണം കേട്ടോ. ഇവിടെയാണ് അടയ്ക്കണത്, ഇവിടെയാണ് അടപ്പും തുറപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. ഇതുണ്ട മുതുമലൈ ടൈഗർ റിസർവ്. നമ്മൾ കടക്കാൻ പോണാണ് മുതുമലൈ ടൈഗർ റിസർവ്. കാലത്ത് 6 മണിക്ക് തുറന്നല്ല, നമ്മൾ കയറുമ്പോൾ നേരത്തെ ഓടിക്കുന്നവരോ. ഇതുണ്ടോ മുതുമലൈ ടൈഗർ റിസർവ് ഉണ്ടോ. നമ്മളങ്ങനെ ടൈഗർ റിസർവിനകത്ത് കയറിട്ടോ, മുതുമലൈ ടൈഗർ റിസർവിനകത്ത് കയറി. 6 മണിക്ക് ഗേറ്റ് തുറന്നാലും നമ്മളകത്ത് കിടന്നപ്പോൾ 6:10. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാതിരിക്കും. ഇത് 2009 ആ സമയത്ത് ഞാനൊക്കെ ക്ലീനർ പണിക്ക് പറഞ്ഞ സമയത്ത് ഈ സാധനം 24 hours 24 മണിക്കൂർ നമുക്ക് ഈ കാട്ടിൽ കൂടെ പാസിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 2009 ആ സമയത്താണ്, 2008-2009 സമയത്താണ് ഇത് അടയ്ക്കുന്നത്. അത് അടയ്ക്കാൻ കാരണം ഇവിടെ എന്തോ ആരും കൊണ്ട് ഇവിടെ അല്ല അടച്ചത്. ആദ്യം ഫസ്റ്റ് അടച്ചത് കർണാടകയിലാണ്, അതായത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് ആദ്യം അടച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് മുതുമല ഈ തമിഴ്നാട് കയറി പിടിച്ച കേസിൽ. പക്ഷെ ഇത് അടയ്ക്കാൻ കാരണം അന്ന് നമ്മുടെ ഇവിടുത്തെ സർക്കാരുകളൊന്നും വലിയ കാര്യമായിട്ട് വാദങ്ങളൊന്നും ഉണ്ടായില്ല. ഒന്നും സുപ്രീം കോടതി കോടതികളിൽ നടന്നിട്ടില്ല. ഫസ്റ്റ് അടച്ചത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അതിന് ശേഷമാണ് മുതുമലൈ ടൈഗർ റിസർവ് അടയ്ക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോൾ യാത്ര ചെയ്താണ് മുതുമലൈ ടൈഗർ റിസർവ്. ഇതേപോലെ അപ്പുറത്തെ കർണാടകയുടെ ഭാഗത്തും അടയ്ക്കൂട്ടാ. അവിടെ നിന്ന് അടച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ, ഇതേ സമയത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ടാവും. നേരം വെളുത്ത് തുടങ്ങി. നമ്മൾ ഇത്ര നേരം ഒരു മൃഗത്തിനെ കണ്ടില്ല, ഒരു കുരങ്ങനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കയറി നല്ല ഉറക്കത്തിലായിരിക്കും. ചിലപ്പോൾ കാണാം, എന്തെങ്കിലും കിട്ടും. നമുക്ക് ഒന്നും പറ്റില്ലെങ്കിൽ മാന്യയിലും കാണാലോ.
കണ്ടോ നല്ല രസല്ലേ. ആ അത് കിട്ടാനാ, അത് കാട്ടാനൊന്നുമില്ല കേട്ടോ, താപ്പാനൊന്നും ഇല്ലില്ല. കാട്ടാന തന്നെയാ, കാട്ടാന. ആനനൊക്കെ ഉണ്ട്, ആനനൊക്കെ ഉണ്ട് നമ്മൾ ഏതൊക്കെ കണ്ട. അപ്പുറത്ത് താപ്പാനുണ്ട്, താപ്പാൻ രണ്ടുണ്ട് താപ്പാനളോ. ഒരു കൊമ്പൻ, അതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടത് അത് കാട്ടുകൊമ്പനാ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലേ കാടിനകത്തൊരു റിസോർട്ടുണ്ട്. കണ്ടോ ബോർഡ് കണ്ടോ, അപ്പയ റയൻ റെസ്റ്റ് ഹൗസ് ഉണ്ടോ. ഈ വഴിക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ കുറച്ച് പോകാൻ ചെറിയ വഴിയാണ്. ചെറിയ വഴി ഇച്ചിരി വീതി കൂടാം. നമ്മൾ നേരത്തെ വന്നാലും ഇച്ചിരി വീതി കൂടാം. 2 വണ്ടി പാസ്സാവും, കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിൽ നിൽക്കണ കൊന്നയാണ്, കൊന്ന. എന്ത് വണ്ണ ഇത്, കുറച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ഇതിലും മണ്ണുള്ള കൊന്നകളാണ്, കൊന്ന. നന്നായിട്ട് നേരം വെളുത്ത് തുടങ്ങി. ഇപ്പൊ ഒരു കൊമ്പനെ മാത്രമേ കണ്ടുള്ളൂ. കാണാം, വഴിയിലുണ്ടാവും ഇനി. ഈ വഴിക്ക് ആദ്യമൊക്കെ ഞാനൊക്കെ ക്ലീൻ റൗണിക്ക് വരുന്ന സമയത്ത് രാത്രിയൊക്കെ പാസിങ് പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ദൂരം മൃഗങ്ങളാന്ന് പറയാം വഴിയിൽ വണ്ടി ഇടിച്ചെടുക്കണം നമ്മൾ കാണുന്നത്. അതാണ് ഏതോ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൊണ്ട് കൊടുത്ത കേസിനാണ് ഈ വഴി ബാൻ ചെയ്തത്. അന്ന് ഞാനൊക്കെ ഫസ്റ്റ് ക്ലീൻ റോഡ് വരുന്ന സമയത്ത് ഈ വഴിക്കുന്ന ഇത്ര വീതിയിലിട, കറക്റ്റ് സിംഗിൾ വഴിയാണ്, കറക്റ്റ് ഒരു വണ്ടിയേ പോവുള്ളൂ. അങ്ങനത്തെ വഴിയായിരുന്നത്. ഇതും അപ്പുറത്തെ വഴിയും, അതായത് മറ്റേ ഇതിലെ പറഞ്ഞ വഴി, ഇതില് നമ്മുടെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ വഴി, മുത്തങ്ങ എന്ന് പറഞ്ഞ വഴി. നമ്മളെ കിടക്കണ്ട എന്താ പറയാ, ആന ഇറങ്ങിണ്ടാവും രാത്രി. ഈ റോട്ടിൽ ആനയൊക്കെ ഉണ്ടാവും രാത്രി. അപ്പൊ വന്നിട്ട് ഒരു തിന്നാൻ വേണ്ടി വലിച്ചു കുറച്ച് എടുക്കണത് വേണ്ട. മാനിന്റെ ഒരു കൂട്ടം, ഫാമിലി അങ്ങനെ തന്നെ ഉണ്ട്. മാനിന്റെ ഫാമിലി അങ്ങനെ തന്നെയുണ്ട്. കാട്ടിൽ നടക്കരുത്. ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരെ കൂട്ടായിട്ട് താമസിക്കുന്ന സ്ഥലം അത് കണ്ടാ, കാടിന് നടുക്ക്. അവിടെ നിന്ന് ഇങ്ങാട്ട് വണ്ടികൾ വന്നു തുടങ്ങി. ഞാൻ നേരത്തെ പറയില്ലേ കൊന്നകൾ നിൽക്കണമെന്ന് പറയില്ലേ, ഈ നിൽക്കണത് മുഴുവൻ കൊന്നാണ്. കൊന്ന എന്ത് വണ്ണമുള്ള കൊന്ന നോക്കിയ. മൊത്തം കൊന്നാണ്, കൊന്ന. നോക്കിയാ കാറിന്റെ പുറത്തിരുന്ന യാത്രയാണ് നോക്കിയാൽ. നമ്മുടെ നാട്ടിലേക്കാണ് ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ കിട്ടിയാണ്. ഇപ്പൊ കേരള 71 വണ്ടി തന്നെയാണ് ഉണ്ടാ. ഡ്രൈവിംഗ് സീറ്റാണോ കയറിയല്ല, ഡ്രൈവിംഗ് സീറ്റില്ല. ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ട് പുറലത്തെ സീറ്റില്ല. മാന്റെ കൂട്ടം കണ്ട, മാന്റെ കൂട്ടം എന്തൂരം നോക്കിയ, എന്തൂരം നോക്കിയ മാന്റെ കൂട്ടം. കൂട്ടാണ്. കൂട്ടുണ്ടോ അവിടെ. എന്തെങ്കിലും നമ്മൾ നേരത്തെ ഒരു കാർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞില്ലേ, അത് അവിടുന്ന് പറഞ്ഞ മറ്റേ ബന്ദിപ്പൂരത്ത് പറഞ്ഞ വണ്ടിയല്ല. അത് ഇവിടെ നടുക്ക് തടുത്തിട്ട് നടുക്ക് പെട്ടിട്ട് പറഞ്ഞ വണ്ടി അത്. കാരണം വേറെ അതിനുശേഷം വേറെ വണ്ടികൾ നമ്മൾ കാണാനില്ല. അങ്ങനെ നമ്മൾ തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഏറെക്കുറെ തീരാറായി. തമിഴ്നാടിന്റെ ഭാഗങ്ങൾ തീരാറായി.
അങ്ങനെ അപ്പുറത്തെ ഭാഗത്ത് വണ്ടികൾ വരണ നേരമായി ഇപ്പോൾ കണ്ട കെ എ വണ്ടി ഇത് അവിടെ നിന്ന് പറഞ്ഞ വണ്ടിയാണ്. അതായത് മറ്റേ ബന്ദിപ്പൂർ ഭാഗത്തെ അടവ് കഴിഞ്ഞിട്ട് പറഞ്ഞ വണ്ടിയാണ്. സൈഡിലൊരു അത് കൊമ്പനല്ല, മറ്റേ കാട്ടാനി അല്ലത്, കാപ്പാനി. അത് നമ്മളെ ഇപ്പൊ ഈ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറിയിട്ട് കിട്ടിയൊരു മെയിൻ ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു ചെറിയ വീട് പോലെ ഒരു ചെറിയ ആൾക്കാരുടെ ആൾത്താമസം കണ്ടു. ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെ ട്രക്കിങ്ങും പിന്നെ അതേപോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ഊട്ടി പോകാനൊക്കെ വഴിയുണ്ട്. അപ്പോൾ ആ വഴി എന്താ പണി കാരണമൊക്കെ അടച്ചിട്ടേക്ക് എന്തൊക്കെയാണ്, അപ്പുറത്തെങ്ങാണ്ട് പോകാനൊക്കെ വഴിയുണ്ട്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്, മെയിനൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തെപ്പക്കടു അങ്ങനെ എന്തോണ്. ഇവിടെ കണ്ടമാനം റിസോർട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ റിസോർട്ടുകളുണ്ടാവും. ഈ കാണുന്നൊക്കെ വീടുകളാണ്, ഇവിടുന്നൊക്കെ റിസോർട്ടുകളാണ്. റിസോർട്ടുകൾക്ക് പോകണം, ഇതൊക്കെ വീടാണ്, ഇതൊക്കെ വീടുകളാണ്. ഈ തെപ്പക്കടു എന്ന് പറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കാണും. അല്ല, ബന്ദിപ്പൂര് ഭാഗത്തുനിന്ന് വണ്ടികൾ വരാൻ തുടങ്ങി. കൊമ്പം നിൽക്കണോക്കിയ കാട്ടാനെന്നുള്ളത് ഇവിടുത്തെ ഡ്യൂട്ടിക്കാരനാണ്. അങ്ങനെ ബന്ദിപ്പൂര് ഭാഗത്ത് അവിടെ തടഞ്ഞുള്ള വണ്ടികളെല്ലാം കൂട്ടായിട്ട് വരുന്നത്. ഇനി നല്ല തിരക്കായിരിക്കും റോഡിലിട്ടാ. അപ്പൊ നമ്മളിപ്പോൾ കണ്ട ഫ്രീ ഒന്നും ഇനി ഉണ്ടാവില്ല. വണ്ടികളെല്ലാം കൂട്ടായിട്ട് വരാൻ തുടങ്ങി. ഇനി നല്ല തിരക്കുണ്ടാവും റോഡിൽ. ഇതാണ് അങ്ങനെ സൈഡ് കാട് വെട്ടിട്ടാണ്ടാ. അതെന്തിനാന്നറിയാം, ഇങ്ങനെ കാട് വെട്ടിട്ടാണെന്നാ അറിയാം. നമ്മൾ ഈ പോണ വണ്ടി കൂടെ പോണ ആൾക്കാരൊക്കെ ഈ വീഡിയോ വലിച്ചും സിഗരറ്റ് വലിച്ചൊക്കെ ഉള്ള കുറ്റികളൊക്കെ ഇടും. അപ്പോൾ ഇത് കത്തി പിടിക്കും. അപ്പോൾ കാട്ടുതീ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിയിടുന്നത്. എന്താ പച്ചപ്പില്ല. അപ്പോൾ ഇവിടെ നല്ല ഇപ്പോഴും നല്ല തണവുണ്ട് കേട്ടോ. അങ്ങനെ തമിഴ്നാടിൻ്റെ ബാംഗ്ലാർ കുറെ കഴിയാറായി, തീരാറായി. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദൂരം ഉണ്ട്, 2-3 കിലോമീറ്റർ കിട്ടും തമിഴ്നാട്. അത് കഴിഞ്ഞാൽ നമ്മൾ കർണാടകയിലേക്ക് കിടക്കും. നമ്മുടെ KSRTC പറഞ്ഞു, KSRTC തൃശ്ശൂർ വണ്ടിയുള്ള മാന്റെ കൂട്ടങ്ങളാണ്. മാൻ കൂട്ടാണ് കൂട്ടം. ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു ആന ഫാമിലി ഉണ്ട്. ആന ഫാമിലി ആന കുടുംബം നിൽക്കണ എത്ര എണ്ണം നോക്കിയാ, 2, 4 ഒരു ആന ഫാമിലി. ഇവിടെ അങ്ങനെ തമിഴ്നാട് അവസാനിക്കാൻ വേണ്ടി ഏതാനും മീറ്ററോടെ കഴിഞ്ഞാൽ മുതുമലൈ ടൈഗർ റിസർവ് അവസാനിച്ച് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് വരും കേട്ടോ. താങ്ക് യു ഫോർ കീപ്പിംഗ് ടു ദ റിസർവ് ക്ലീൻ മുതുമലൈ ടൈഗർ റിസർവ്. ഇത് കഴിഞ്ഞ് നമ്മളിനി ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് വരും. ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അവസാന ഭാഗം കണ്ട. താങ്ക് യു വിസിറ്റ് അഗൈൻ മുതുമലൈ ടൈഗർ റിസർവ് കണ്ട. നമ്മൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ കർണാടകയിലേക്ക് കയറും, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറും. പാലത്തമ്മ ഏതെങ്കിലും വണ്ടിക്കാരൻ കുത്തിക്കറി വന്നിട്ടുണ്ടാവും, അതാ ഈ ബ്ലോക്ക് വരണേ. ഇങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ കടക്കാൻ പോവാണ്. വണ്ടിക്കാരെല്ലാം കുത്തിക്കറി വന്നാണ് ഈ ബ്ലോക്ക് വരണേ. വെൽക്കം ടു കർണാടക. നമ്മൾ കർണാടകയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. വെൽക്കം ടു കർണാടക. കണ്ട, വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. അപ്പം അങ്ങനെ കർണാടകയിലേക്ക് എത്തി. ഇവിടെ ആയിരുന്നു ആദ്യം ഉണ്ടോ വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അപ്പം നമ്മൾ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇവിടെ ആയിരുന്നു ആദ്യം അടച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഫസ്റ്റ് ഈ രാത്രി യാത്ര ബാൻ ചെയ്ത് തുടങ്ങിയത് ഇവിടെയായിരുന്നു, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലായിരുന്നു ബാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരിവിടെ അടയ്ക്കും. അപ്പോൾ നമ്മൾ ആ കടന്ന ഗേറ്റില്ല, ആ ഗേറ്റ് അടയ്ക്കും. ഗേറ്റ് അടച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടികൾ മുഴുവൻ തമിഴ്നാട്ടിൽ കൊടുക്കും. പിന്നെ അപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ പരിസ്ഥിതി പ്രവർത്തകർ ഏറ്റെടുത്ത് അങ്ങനെ തമിഴ്നാടിനും ബാൻ കിട്ടി. കണ്ടാ, ഇവിടെ നമ്മുടെ എന്തോ പൈസ പിരിവുണ്ടെന്ന് തോന്നുന്നു. ചില അത് ചീട്ടൊക്കെ കൊടുക്കണല്ലോ വണ്ടിക്ക്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് തമിഴ്നാട്ടിലെ മുതുമല, ഇവിടെ ബന്ദിപ്പൂർ. NH 67 നാഷണൽ ഹൈവേ 67 നമ്പർ ഹൈവേ ആണത്. 50 രൂപ നമ്മുടെ വണ്ടി കിടക്കാൻ വേണ്ടി അവിടെ.
ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇപ്പൊ തമിഴ്നാട് മാറി നമ്മൾ കർണാടകയിലേക്ക് കടന്നു പോകണം. റോഡിന്റെ ഷേപ്പും മാറി, ഒരു പച്ചപ്പിനും ഒക്കെ ഒരു വ്യത്യാസം വന്നില്ലേ. അതാണ് ഓരോ നാടിന്റെ ഓരോ പ്രത്യേകതകൾ. ഞാൻ എൻ്റെ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലോറിക്കാർ കണ്ട നമ്മൾ ഇങ്ങനെ കയറുള്ളൂ കയറ്റം. കാരണം നമുക്ക് ഇങ്ങനെ കയറാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു RPM ഒക്കെ നോക്കി തുടങ്ങി. കാരണം വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കണതാണ് നമ്മളിങ്ങനെ പതുക്കെ ഗിയറിലിട്ട് ഇങ്ങനെ കയറും. കാരണം നമുക്ക് ഇപ്പോൾ കയറുന്നത് സെക്കൻഡ് ഗിയറിലെ വണ്ടി. ആ സെക്കൻഡ് ഗിയറിൽ നമ്മൾ ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവും, അല്ല ഇഞ്ചൻ വർക്കാവും, പക്ഷെ വണ്ടി നീങ്ങില്ല. ഡീസല് ഇതാന്ന് കണ്ടു കത്തും. ഇത് കണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരാളെ വണ്ടി വേണ്ട, 1 ആണിത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരാളെ വഴി, അത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത്. മാൻ്റെ കൂട്ടം കണ്ട, മാൻ്റെ കൂട്ടം കുറേ ഉണ്ട്. കുറേ ഉണ്ടോ. നമ്മളങ്ങനെ ഇപ്പൊ ബന്ദിപ്പൂരായി. ബന്ദിപ്പൂർ ആണ് ബന്ദിപ്പൂർ. വരണം നമ്മുടെ ആന വണ്ടി, തൃശ്ശൂർ വണ്ടിയാണല്ലോ. ഇതാണ് ബന്ദിപ്പൂർ. ണ്ടോ ബന്ദിപ്പൂര്. ഇവിടെ എന്താ റിസോർട്ടും കാര്യങ്ങളും കുറേ ഉണ്ട്. ഇവിടെ കണ്ടോ എന്തോ റിസോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ അധികം ദൂരം ഇല്ല. ഇനി ഈ ഫോറസ്റ്റ് ഓടിത്തീരെ കണ്ട റിസോർട്ട് കണ്ട. ട്രെക്കിങ്ങിന് പോണ വണ്ടികളാണ് ഈ കിടക്കണ. കാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഫോറസ്റ്റിന്റെ വണ്ടികളത്. നോക്കിയ ആനക്കൂട്ടം നിൽക്കണൊക്കെ. ആഹാ, അതിന്റെ കൂടെ കുഞ്ഞുണ്ട് കേട്ടാ. അമ്പോ കുഞ്ഞിന് ബോഡി ഗാർഡാ കിടക്കണേ. കുഞ്ഞുണ്ട് അതിനകത്ത് നടക്ക്. അമ്പോ ഒരു കുഞ്ഞ്. ഇവിടെ നമ്മൾ നേരെ പോകാൻ പാടില്ല, ലെഫ്റ്റ് പോകണം. ചില അവിടെ ഒരു മറ്റേ എസ് ബെൻഡൊക്കെ ഒരു 3-4 എസ് ബെൻഡൊക്കെ കയറി വരുന്നുണ്ട്. അത് കാരണം നമ്മളിങ്ങനെ പോവാം. ഇത് 1 വേ ആണ്, 1 വേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മറ്റേ നമ്മുടെ ഈ വനം അടയ്ക്കുന്നതിന് ബാൻ ആക്കണതിന് മുമ്പ് ഇതായിരുന്നു വഴിയുടെ വീതി. ഞാനൊക്കെ ഫസ്റ്റ് ക്ലീനർ പണിക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട റോഡിൻ്റെ വീതി ഈ വീതി ഉണ്ടായിരുന്നുള്ള റോഡിന്. ഞാൻ വഴിക്ക് ആദ്യം 2006 ക്ലീനറായിട്ടാണ് തൃശ്ശൂരുള്ള ശ്രീനാഥ് ട്രാൻസ്പോർട്ടിൽ ക്ലീനറായിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ ഈ മറ്റേ ഈ ബന്ദിപ്പൂർ വഴിയും പിന്നെ മുതുമല ഈ വഴി നമ്മളിപ്പോൾ വന്ന വഴി ബന്ദിപ്പൂർ വഴിയും അപ്പുറത്ത് മുത്തങ്ങ വഴിയും ആ വഴിയും ഇതേ വീതിയായിരുന്നു വഴിക്ക്. നല്ല ബെസ്റ്റ് ഇറക്കാട്ടാ. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞില്ല, അതിൽ പോകുമ്പോൾ ഒരു U-turn ഉണ്ടെന്ന് പറയാം. ആ U-turn കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നേരെ മറ്റേ വഴിയിലേക്ക് പോയി ഇപ്പോൾ ജോയിൻ്റ് ആവും. നല്ലൊരു സൂപ്പർ ഇറക്കാം അത്. നമ്മളങ്ങനെ ഇപ്പോൾ മറ്റേ റോഡിലേക്ക് ഒന്ന് ജോയിൻ്റ് ആകാൻ പോകണം കേട്ടോ. ആ U-turn ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ കയറുന്നത്. ഇങ്ങനെ വെച്ച് അത് വൺ വേ ആക്കി വിട്ടു. കാരണം അവിടെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട വെച്ചിട്ട് നമ്മൾ ആ റോഡിലേക്ക് തന്നെ വീണ്ടും ഒന്ന് ജോയിൻ്റ് ആയി. തീരാറായി, മറ്റേ ബന്ദിപ്പൂർ ഫോറസ്റ്റും തീരാറായി. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിയാൻ പോകണം കേട്ടോ. ഇവിടെയാണ് ഗേറ്റ് കണ്ടോ. ഇതാണ് 9 മണിയാകുമ്പോൾ അടയ്ക്കും. കറക്റ്റ് 9 മണിയാകുമ്പോൾ ഈ സാധനം അടയ്ക്കും. അങ്ങനെ നമ്മൾ നാട്ടിൻപുറത്തേക്ക് എത്തി. ഇനി കുഴപ്പമില്ല. നമുക്ക് അടുത്ത് കിട്ടുകയാണ് ഗുണ്ടൽപേട്ട. അത് കഴിഞ്ഞാൽ നഞ്ചങ്കോട്, മൈസൂര്. ഇവിടെ റോഡിന് നടുക്കൊരു അമ്പലം ഉണ്ട് കേട്ടോ. റോഡിന് നടുക്കൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് അമ്പലമാണ്. 2 സൈഡ് അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ പോയി. ആ ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞ് നമുക്ക് ആദ്യം കർണാടക കയറി കിട്ടിയപ്പോൾ ഒരു ടൗണാ. ഏറെയായി ഫോറസ്റ്റ് കയറി നമുക്ക് ആദ്യം കർണാടകയിലേക്ക് കിട്ടിയപ്പോൾ കയറിയപ്പോൾ കിട്ടിയ ടൗൺ. ആ സ്ഥലത്തുണ്ടോ
വിഘ്നേശ്വര ഒരു കേരള വണ്ടിയുള്ള കേൽപ്പത്ത്. വെൽക്കം TMC ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോകണട്ടോ. ആണ് ഗുണ്ടൽപേട്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബത്തേരി കോഴിക്കോടൊക്കെ പോകണം. നമുക്ക് നേരെ തന്നെ പോകണം. നേരെ ബത്തേരി കോഴിക്കോടൊക്കെ പോകണം. നമുക്ക് നേരെ തന്നെ. ഇതാണ് ഗുണ്ടൽപേട്ട ടൗൺ. ഗുണ്ടൽപേട്ട ടൗണിൻ്റെ ബാംഗ്ലൂർ തന്നെയാട്ടാ. ലെഫ്റ്റ് സൈഡിൽ കാണാണ് ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടിയുടെ ബസ് സ്റ്റാൻഡ്. അല്ല, ഇവിടെ പ്രൈവറ്റ് ബസ് ഈ വഴിക്ക് കുറവാണ്. ഇതാ ഇവിടെ നന്ദിനിപ്പാല്. എന്താന്ന് വഴി നല്ല വീതിയുള്ള പറഞ്ഞേ നല്ല നീക്കി പോകാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ ബാഗൂര് കഴിഞ്ഞിട്ട് നഞ്ചങ്കോട് ആവാറായി. നഞ്ചങ്കോടിന് അതിൽ ദൂരം. വെൽക്കം ടു ദക്ഷിണ കാശി നഞ്ചങ്കോട്. നമ്മൾ നഞ്ചങ്കോടിന്റെ തിരക്കളിലേക്ക് ആവാം. ദക്ഷിണ കാശിയാണ് നഞ്ചങ്കോട്. നഞ്ചങ്കോട് സ്ഥലത്തിന്റെ പേരാണ് നഞ്ചൻകോട്. നഞ്ചങ്കോടൊക്കെ കഴിഞ്ഞപ്പോഴത്തേ വഴിയൊക്കെ ജാതി മാറ്റങ്ങളായിട്ടാ. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറെ നാളായി. എന്താ പുതിയ ബൈപ്പാസ് ഒക്കെയാണ് ചോദിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇവിടത്തില്ല അതിപ്പെട്ട സെറ്റപ്പിലേക്ക് കാണണപ്പോ. ഇപ്പൊ എനിക്ക് വഴി മനസ്സിലായി. ഞാൻ ആ പാലം കണ്ടപ്പോ എനിക്ക് ഐഡിയ കിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് വഴി മനസ്സിലായി. ഇവിടെ നിന്നാണ് നമ്മൾ മറ്റേ ലേസ് കയറ്റാൻ, മറ്റേ നെസ്ലയുടെ സാധനം കയറ്റാൻ പോകാറുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടോൾ ഗേറ്റിന്റെ ഭാഗത്തെത്തി. അന്ന് ഞങ്ങളന്ന് ഷിമോക്ക പോയപ്പോൾ ആ വഴിക്കൊക്കെ ടോളിന്റെ ഹൈവേയുടെ പണി ഇറക്കണ്ടായിരുന്നു. ഇപ്പൊ ടോൾ ആയിട്ടോന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ വണ്ടിക്ക് 200 രൂപ. നമ്മളെ വണ്ടി പാസ്സായി. 200 രൂപ നമ്മുടെ വണ്ടിക്ക് ടോളോടെ. ഇതാണ് മൈസൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് ആണ് എയർപോർട്ട്. ഇന്റർനാഷണൽ അല്ല, മൈസൂർ എയർപോർട്ടാണ്. അത് ഓപ്പൺ ഒന്നും ആയിട്ടില്ലെന്നുണ്ട്, കടച്ചിട്ടൊക്കെ എപ്പോഴും. അപ്പം മൈസൂർ ബൈപ്പാസ് എത്തി. നേരെ പോയി കഴിഞ്ഞാൽ മൈസൂർ ടൗൺ. നമ്മളിവിടുത്തെ റൈറ്റ് തിരിഞ്ഞു. റൈറ്റ് സെഗിനിലെ റെഡൊന്നും ആയിട്ടില്ല, ആൾക്കാർ പോക്ക് തുടങ്ങി. ഇതിപ്പോഴാണ് റെഡായത്. സെഗിൻ്റെ റെഡ് ആവണമെങ്കിൽ ആൾക്കാർ പോക്കുണ്ട്. നമ്മ നേരെ ഇവിടെ ഇപ്പോൾ പുതിയ മറ്റേ മൈസൂർ റോഡ് വന്നാണ് പറഞ്ഞത്. ശ്രീരംഗപട്ടണത്തേക്ക് എങ്ങനെ തിരിയാന്ന് എനിക്കറിയില്ല. ആരുടെയും ചോദിക്കണം. ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് മാർക്കറ്റാണ് ഇവിടുത്തെ മൈസൂർ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ വരുന്നത്. വെട്ട മാർക്കറ്റാണ്. ഇതാണ് മൈസൂർ ബൈപ്പാസ്. വഴി നേരെ പോയാൽ നേരെ നമുക്ക് ബാംഗ്ലൂർ റോട്ടിലേക്ക് കയറാം. പക്ഷെ നമുക്ക് ബാംഗ്ലൂർ റോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാംഗ്ലൂർ റോട്ടിൽ നിന്ന് പിന്നെ ശ്രീരംഗപട്ടണം നിന്ന് തിരിഞ്ഞു പോകണം. നമുക്ക് എവിടെയാണ് തിരിയണമെന്നത് എന്നുള്ളത് എനിക്ക് ചോദിക്കുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ മൈസൂർ ബൈപ്പാസ് ഓടി തീരാറായി. മറ്റേ ബാംഗ്ലൂർ റോട്ടിലേക്ക് കയറാറായി. വൈകുന്നേരം ആവും വണ്ടി അവിടെ എത്തുമ്പോൾ. ദൂരെ നമ്മളെ മൊബൈൽ കയറാൻ അത്ര ക്ലിയർ അല്ലാത്ത അതുകൊണ്ടും വീടുകളൊക്കെ കാണാം ദൂരെ. ഈ സൈഡിലാണ് ഇങ്ങനെ മരം വെച്ചാണോ. ഇത് പൊക്കം കൂടിപ്പോയി. ഇത് ഉപകാരമില്ലാണ്ടോ, തണൽ മരം മാത്രമായി പോയി. ഇപ്പോൾ പൊക്കം കുറവായിരുന്നെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ ലൈറ്റ് ഇടും. ഇതും കുഴപ്പമില്ല. എന്നാൽ കാറുകളുടെ ഒക്കെ അടിക്കും, ലൈറ്റ് അടിക്കും, വണ്ടിക്ക് അടിക്കും. അങ്ങനെ മൈസൂർ ബൈപ്പാസ് ഓടി തീരാറായി. ബൈപ്പാസ് റോഡിലേക്ക് എത്തിയിട്ടാ. ഇവിടുന്ന് വലത്തോട്ടാ പോണ്ട.
ഇനിയാണ് നമുക്ക് തിരിയേണ്ട സ്ഥലം. അപ്പം പുതിയ റോഡ് വന്നാണ് പറഞ്ഞത്. മുമ്പിലൊരു സ്പിരിറ്റ് വണ്ടി നിൽക്കുന്നുണ്ട്, കാലുവണ്ടി. അവൻ സ്പിരിറ്റ് കാലുവണ്ടിയാണ്. അപ്പോൾ അത് പോണത് സോലാപ്പൂർ ഭാഗങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് കയറണത്. അപ്പോൾ അവനും ആ വഴിക്ക് തന്നെ വന്നില്ല. അപ്പോൾ അവനെ മൂട്ടി പിടിക്കാൻ തോന്നണം. അവൻ്റെ ഇതിന് മുമ്പിലുണ്ട് അവൻ. വണ്ടികളങ്ങനെ പോയി തുടങ്ങി. ആ മുന്നിൽ പോകണം ടാങ്കർ സ്പിരിറ്റ് വണ്ടി. അത് വണ്ടി എനിക്കറിയില്ലടാ, കണ്ടിട്ട് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് വണ്ടിയാണ്. സ്പിരിറ്റ് കാരണമൊക്കെ ഈ സോലാപ്പൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ്. കാരണം അവിടെയുള്ള ഈ ഷുഗർ ഫാക്ടറി കണ്ടാണുള്ളത്. മാണ്ടിയ 35. നമ്മളങ്ങനെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലേക്ക് കയറി. നമുക്ക് ആ ശ്രീരംഗവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തിരിഞ്ഞു പോകണ്ടേ. ഞാൻ പറഞ്ഞ വണ്ടി ആ മുന്നിൽ പോണ വണ്ടിയാ, സ്പിരിറ്റ് വണ്ടി. അത് അവൻ ബാംഗ്ലൂർക്കാണെങ്കിൽ പറ്റും. ഇങ്ങനെ ഈ സൈഡ് കട്ടിങ് ഒക്കെ ഇല്ലാത്ത പറഞ്ഞേ ഇതിൽ തിരിയണം നമുക്കൊരു പിടുത്തില്ലേ. നമ്മൾ ഈ വഴിക്ക് സ്ഥിരം വരാത്ത പറഞ്ഞേ. ഹൈലി ഇൻഫ്ലമബിൾ. ഇത് സ്പിരിറ്റ് കാരണമാണ്. സ്പിരിറ്റ് മഹാരാഷ്ട്ര വണ്ടിയാണ്. അപ്പോൾ അവൻ സോലാപ്പൂർക്ക് ആ വഴിക്കാം. സോലാപ്പൂരാണെങ്കിൽ നമ്മൾ പോണ വഴിക്ക് തിരിയാം. ശ്രീരംഗപട്ടണം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ബോർഡ് കാണുന്നുണ്ട്. ശ്രീരംഗപട്ടണം കഴിഞ്ഞിട്ടൊരു നദിയുടെ പാലമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ മറ്റേ നാഗമംഗല റോഡിലേക്ക് തിരിയാറ്. അത് കളിക്കാൻ പോണ കാലുവണ്ടി അല്ലേ. അതെനിക്ക് പേടി. ഇനി ബാംഗ്ലൂർ കാണാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നൊന്നും സ്പിരിറ്റ് കയറാനില്ല. കയറാനില്ല വഴിയല്ല, ബാംഗ്ലൂരിൽ നിന്ന് സ്പിരിറ്റ് കയറുന്നുണ്ട്. പക്ഷെ അധികം കയറണത് ഇത് പിന്നെ മഹാരാഷ്ട്ര വണ്ടി ആയത് കാരണം നമ്മൾ നാഗമംഗല ശ്രീരംഗപട്ടണം. ഈ വഴിക്ക് ബോർഡ് കണ്ടു. ഈ വഴിയിൽ ബൈക്ക് മറ്റേ ഓട്ടോറിക്ഷ ട്രാക്ടർ ഒന്നും അലൗഡല്ല. ഈ വഴിയിൽ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ ഒന്നും അലൗഡല്ല. ഈ വഴിയിൽ താഴത്തോടെ വഴി പോകണ്ട. താഴത്തോടെ ആ വഴിക്കായിരുന്നു തോന്നുന്നത് നമുക്ക് പോകേണ്ടത്. അയ്യോ പണി പാളി വഴിയായിരുന്നു തോന്നുന്നുണ്ട്. എന്താ ടോൾ ഗേറ്റ് നോക്കിയാ. പുതിയ വഴിക്ക് വന്ന് ഇനിയിപ്പോൾ ഒന്ന് മാണ്ടിയാൻ തിരിഞ്ഞവനെ പറ്റുള്ളൂ. ശ്രീരംഗപട്ടണം തിരിയായിരുന്നു. പക്ഷെ നമ്മളപ്പോൾ കയറിപ്പോൾ ഇവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യാണ്ട് കട്ടിങ്ങും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ടോൾ കൊടുക്കണ്ടായിരുന്നു. നമ്മളങ്ങനെ മാണ്ടി എത്ര ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് മാണ്ടിക്ക്. കാരണം ഇത് എക്സിറ്റ് ഇല്ലാത്ത നമ്മൾ സാറിന് ഇതിന് മുമ്പ് തിരിയണമെന്ന് വെച്ചാൽ ശ്രീരംഗപട്ടണം കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണത്തിൽ ഒരു 5 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് തിരിയാറ്. കനാലിൻ്റെ പാലൊക്കെ കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ആ റോഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ റോഡ് എത്തിയപ്പോൾ നമുക്ക് തിരിയായിരുന്നു. പക്ഷെ തിരിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അല്ലെ പിന്നെ റോങ് സൈഡ്. അപ്പോൾ ഒരു 5 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് പോകണം. പിന്നെ അത് പണി പാളും. കാരണം 5 കിലോമീറ്ററോളം റോങ് സൈഡ് പോയാലേ 5 കിലോമീറ്റർ നമ്മൾ എക്സിറ്റ് പോകുമ്പോൾ വല്ല പോലീസുകാരും ഒന്നും ഇവിടെ പിടിച്ചാലേ സീനാവും. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇങ്ങനെ നേരെ തന്നെ പോകുന്നത്. ദൂരെ കാണണം. നമ്മൾ നേരത്തെ വന്ന ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണത്. നമ്മളതിലങ്ങനെ അത് നേരത്തെ എക്സിറ്റ് അടിച്ച് അവിടെ നിന്ന് വട്ടം കറങ്ങി ഇനി അടികൂടെ വന്ന് പോകണം. കാണണ്ട അതാ ഇതാണ് വഴിയുടെ അവസ്ഥ കേട്ടോ. നമ്മളിപ്പോൾ മറ്റേ പാലത്തിൻ്റെ തിരിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണ് വഴി. രണ്ട് സൈഡിലും കരിമ്പ് പാടങ്ങൾ. നമ്മളങ്ങനെ അരസിക്കലൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളെ വീഡിയോ പിടിച്ചില്ല. കാരണം ഫോണേ കണ്ടമാണ് നന്നായിട്ട് ഫോണ് ഹീറ്റാവുക. അതേപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ വിട്ട് പോവുക. നമുക്കിനി ഒരു 150 കിലോമീറ്റർ ഉണ്ട് ഓടാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ കരിമ്പ് വണ്ടി വേണ്ട. കരിമ്പ് വണ്ടി കൃഷി സ്ഥലങ്ങളാണ്. ഇന്ത്യയാണ് കൃഷി. ടോളുണ്ട്. അടുത്ത കൃഷിക്കുള്ള സ്ഥലങ്ങൾ അവർ ഒരിക്കലും എത്തിയേക്കിട്ടാണ്. തെങ്ങുണ്ട് അതിൻ്റെ കൂടെ. തെങ്ങിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തണുള്ളൂ. തെങ്ങ് കണ്ട തെങ്ങ്
നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങിന് വലിയ കായൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ അരസിക്കര വെൽക്കം ടു അരസിക്കര സിറ്റി മുനിസിപ്പൽ കൗൺസിൽ. ഇത് നമുക്കൊരു 100 കിലോമീറ്റർ ഉണ്ട്, 100-110 കിലോമീറ്റർ ഉണ്ടാവും തുറക്കണത്. ഇതാണ് അരസിക്കര. അരസിക്കര ടൗണിൻ്റെ ഭാഗങ്ങളായി. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് വലത്തോട്ട് പോകണമെന്നുണ്ട്. അരസിക്കര ടൗണിലേക്ക് പോകണം. നമുക്ക് ഇടത്തോട്ട് വേണ്ട, ടൗണിൽ തന്നെയാണ് അരസിക്കര. ഈ അരസിക്കരയിലൊക്കെ പുതിയ ബൈപ്പാസ് വരുന്നുണ്ട് കേട്ടോ. കട്ട ഒരു പണി വരുന്നുണ്ട്, പാലമണി. നമ്മളങ്ങനെ ശിവമോഗ ബോർഡ് കണ്ടു. ശിവമോഗ നമുക്ക് പോകേണ്ട സ്ഥലമാണ് ശിവമോഗ. റോഡ് തന്നോട്ടെ. വെട്ട റോഡ് പണിയുണ്ടാ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ റോഡിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടില്ല. നേരത്തെ കണ്ടത് 4 ലൈനിലെ പണി നടക്കണ കേട്ടോ. ഇതേപോലെ തന്നെ വഴി ഇതുപോലെ തന്നെയാ. അപ്പുറത്തൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടത്തെ ഭാഗത്തുനിന്നാണ് ഈ റോഡ് പോണേ. ഇവിടുന്ന് 4 ലൈൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കാണാണ്ട്. സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല, പണിയായിരിക്കും. നമുക്കിവിടെ 100 കിലോമീറ്റർ താഴെ ഉള്ളൂ. നമുക്ക് തെങ്ങാണ്, തെങ്ങ് തെങ്ങോട്ട്. പിന്നെ വേറെന്തോ ഇപ്പം ഈ റോഡിന്റെ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കടൂർ, ശിവമോഗ, ഹൊന്നവർ. ശിവമോഗിന് 90 കിലോമീറ്റർ. നമ്മളിപ്പോൾ യാത്ര ഹൈവേ നമ്പറാണ് NH 69 നമ്പർ ഹൈവേ ആണത്. പണി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ടോളുണ്ടാവും. നമുക്ക് ആ 22 കടൂർ ചെന്നിട്ട് വേണം നമുക്ക് തിരിഞ്ഞു പോകാൻ. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ ബോർഡ് കാണാനുണ്ട്. ഇവിടുത്തെ KSRTC പുതിയ ലുക്കായിട്ട് കേട്ടോ. ഇതൊക്കെ ആ ബൈപ്പാസ് പണി നടക്കാത്ത കാരണേ അവിടെ പണി നടക്കാണ്ട് ഇങ്ങനെ വേണ്ടി തിരിച്ചു വിടണ. കാവിക്കൊടിയും ഇതൊക്കെ ഉണ്ടോ. ആ ബണ്ടപ്പം അങ്ങോട്ട് മൊത്തം കാവ്യാക്കി. ബൈപ്പാസ് അപ്പോൾ ഹൈവേ അപ്പുറത്തോടെ പോകണ്ടോ. അത് പണി പൂർത്തിയാത്ത കാരണം ഇതിൽ വരണോണ്ട്. ഇതുണ്ട കടൂർ ടൗൺ ടച്ച് ആവാണ്ട് പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ വന്ന ബൈപ്പാസ് ആണ്. ഇവിടെ ഹൈവേ പണി ഒന്നും പൂർത്തിയായില്ല. അപ്പോഴത്തെ ടോൾ പിരിവ് നമ്മൾ നേരത്തെ ടോൾ പിരിക്കേണ്ടി വരും. എന്താ പോക്കവൻ്റെ കാലത്തൊന്നും നേരം വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. എന്താ വണ്ടിയുടെ നിർത്തി. തന്തൂർ റൊട്ടിയും ഡാൽ ഫ്രൈ ആണ്. കുഴപ്പമില്ല, നല്ല ഭക്ഷണമായിരുന്നു. വലിയ കശുമില്ല. 100 രൂപ 3 റൊട്ടിയും ഡാൽ ഫ്രൈ. കവുങ്ങും തോട്ടങ്ങൾ തൈ വെച്ചിട്ടുള്ളൂ കേട്ടോ. അട്ടമാനുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. തൈകൾ വെച്ചിട്ടുള്ളൂ. അവിടെ ഇവിടെ പുതിയത് വെക്കണത് വെച്ചോ. മറ്റേ നമ്മൾ കണ്ടത് നേരത്തെ കണ്ടത് തൈ വെച്ചിട്ടതായി വളർന്നു. കവുങ്ങാണ്. അങ്ങനെ ഇപ്പോൾ സന്ധ്യ പറയാം. ഇതന്നെ ഈ വഴിയുടെ അവസ്ഥ. കുറച്ച് ദൂരം പോരണേ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ ഇതേപോലത്തെ സിംഗിൾ വഴി മൊത്തം.
തൊട്ടത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഇടത് വശത്തൂടെ ഓൺലൈൻ പോകുന്നുണ്ട്. ഇത് പഴയ റോഡാ. ഇങ്ങനെ വന്നിട്ട് വീണ്ടും നമ്മൾ 4 ലൈനിൽ കയറും. നല്ല സ്പീഡ് നടക്കേണ്ട പണി കണ്ടോ. പിക്കപ്പ് ഒക്കെ ഇടിച്ച് പൊളിഞ്ഞ് നമ്മൾ കണ്ടിട്ടും കൂടിയില്ല വണ്ടി പറഞ്ഞത്. നമ്മളങ്ങനെ ഇപ്പൊ ഭദ്രാവതി നമ്മളിപ്പോ യാത്ര ചെയ്തതിന്റെ ഇടതേ വശത്താണ് ഭദ്രാവതി. അതേ കണ്ടവനം നെൽമില്ലുകളൊക്കെ അരിമില്ലൊക്കെ ഉള്ളതാ. ഞാനൊക്കെ പണ്ട് ക്ലീനർ പണിക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെ അരി കയറ്റി കൊണ്ടുവരാണ് നാട്ടിലേക്ക്. അതേപോലെ നെല്ല് സീസണിൽ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് നെല്ലും വരാറുണ്ട്. ഷിമോഗയിൽ ഭദ്രാവതി നിന്നൊക്കെ സന്ധ്യ ആവാൻ തുടങ്ങി. അവല്ലായി 6 നമ്മളങ്ങനെ ഭദ്രാവതി റോഡിൽ കയറിയിട്ട് ഇവിടെ ഒരു പമ്പിൻ്റെ സൈഡിൽ ഭദ്രാവതി കഴിഞ്ഞ് ഷിമോഗ റോഡിൽ ഇനി ഇവിടുന്ന് ഷിമോഗയ്ക്കേണ്ട ഒരു 10 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ പാർട്ടി ഇവിടെ കൊണ്ട് നിർത്താനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ നാളത്തെ പുതിയ വിശേഷങ്ങളോട് വരാം. ഞാൻ ലോഡ് ഇറക്കുന്ന വീഡിയോ നേരത്തെ ഇപ്പോൾ വീഡിയോ തുടങ്ങി പറഞ്ഞില്ലേ. ലോഡ് ഇറക്കുന്ന വീഡിയോ എടുക്കാതെ കാരണം ഇത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ലോഡ് കയറുന്ന വീഡിയോ കണ്ട് കുറച്ചാൽ വണ്ടിക്കാരില്ല. വണ്ടിക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക്. പക്ഷേ ഞാൻ കൊടുക്കുന്ന റേറ്റ് താത്തിട്ട് എടുക്കണവർ. അതേപോലെ തന്നെ 2-3 ട്രാൻസ്പോർട്ടുകാരും ചെന്നു നമ്മുടെ ലോഡിൻ്റെ പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ട്. കാരണം അവിടുത്തെ ആൾക്കാർ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് തന്നെ അത് കാരണം ഈ ട്രിപ്പ് നമ്മുടെ സ്വന്തം ലോഡായത് കാരണം കയറ്റുന്നത് അറക്കുന്നതിൻ്റെ വീഡിയോ കയറ്റുന്നതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. ഇന്നലെ കയറ്റുന്ന വീഡിയോ മറ്റേ കയറ്റും. പിന്നെ രാത്രി അവനെ വണ്ടി ഓടിച്ച് പോകുന്ന അവിടെ കയറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ഞാനത്. അതുപോലെ ഇനി പറക്കുന്ന സ്ഥലത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാവും. ഇന്നടുത്ത് ഇറക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് ലോഡ് കയറി എന്നുള്ളവർ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പാരയാണ് മൊത്തം. അതാണ് മെയിൻ കേസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇത് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ്, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക. അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ.